ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ കിച്ചണിലല്ല, കിച്ചണിൽ നിന്ന് പുറത്തേക്കാണ്. നമ്മളിപ്പോഴുള്ളത് അങ്കമാലിയിലാണ്. അങ്കമാലിയിലെ പ്രശസ്തമായ മാങ്ങാക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അങ്കമാലി മാങ്ങാക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ, ചുമന്നുള്ളി ചെറുതായിട്ടരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കോക്കനട്ട് വിനെഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിനെഗർ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ. പിന്നീട് കടുക് വറുക്കുവാൻ ആവശ്യമായ കടുക്, ഒരൽപ്പം ഉലുവ, 3 ഉണക്കമുളക്. ഇത്രയും സാധനങ്ങളാണ് മാങ്ങാക്കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2ാം പാലും നമ്മൾ മാങ്ങാക്കറിക്ക് വേണ്ടി ഉപയോഗിക്കും. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ, അതോടൊപ്പം ഉപ്പും മഞ്ഞളും, ഒരൽപ്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങാപ്പാലിൽ മാങ്ങ പാകം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഇതൊരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കണം. പാകം ചെയ്യാനായി എടുത്തു വച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർക്കണം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്യുക. ഇതിലേക്ക് മാങ്ങയുടെ പുളി അനുസരിച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വിനെഗർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ചൂടായതിനു ശേഷം 2ാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം കൈയെടുക്കാതെ തിളച്ച് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കണം. 2ാം പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഒരു വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മാങ്ങ വേകുന്നത് വരെ ഇളക്കി കൊടുക്കണം. കറി തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് തീ അണയ്ക്കാം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം
എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങാക്കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മാങ്ങാക്കറി തയ്യാറായി കഴിഞ്ഞു. നമുക്കപ്പോൾ കടുക് വറുത്ത് അത് മാങ്ങാക്കറിയുടെ മുകളിലേക്കിടാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.